18ാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത ആളാണ് പി ഭാസ്കരൻ. അതിൽ ആ മെമ്പർഷിപ്പ് എടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ വയലാർ ഗർജിക്കുന്നു എന്ന കവിതയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കവിത, ഒരു കമ്മ്യൂണിസ്റ്റ് കവിത. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കവിത ഏതാണ്? പിന്നെ പൊന്നരവേൾ അമ്പളിയിൽ കണ്ടെറിയുന്നതൊക്കെ പിന്നെ വളരെ ശേഷമാണല്ലോ, കർഷക ശേഷമാണത്. സോ അദ്ദേഹം ലാഹോറിൽ ഒളിപ്പോറിന് പോയിട്ടുണ്ട്. ഒളിപ്പോർ പരിശോധിക്കാൻ വേണ്ടി ലാഹോർ പോയിട്ടുണ്ട്. ഒളിപ്പോര് പഠിക്കാൻ ലാഹോറിൽ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്, ഈ ഒളിച്ചു താമസിക്കുന്ന സഖാക്കൾക്ക് സന്ദേശങ്ങൾ എത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ഒളിച്ചു താമസിക്കുന്ന സഖാക്കൾക്ക്, അന്നത്തെ വലിയ സഖാക്കൾക്ക് സന്ദേശങ്ങൾ എത്തിക്കുക ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അത് മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നു. കോട്ടയത്ത് ചെന്ന് അറസ്റ്റ് ചെയ്തു, ഭയങ്കര ഭീകരമായി തല്ലി, അദ്ദേഹം ജയിലിലിട്ടു. അങ്ങനെ വളരെ അവസ്ഥ നിലയിൽ അദ്ദേഹം ജയിലിൽ കിടന്നു. അന്ന് ജയിലിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് മറ്റൊരു സ്വാതന്ത്ര്യ സമര ഭടനായ കെ കരുണാകരൻ ആണ്. ഈ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കവി വയലാർ ഗർജിക്കുന്നു. ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ, ഒരു പുത്തൻ ഉയർനാടിനേകിക്കൊണ്ടുയരും വീണ്ടും, അലയടിച്ചെത്തുന്ന തെക്കൻ കൊടുങ്കാറ്റിൽ അലറുന്ന വയലാറിൻ ശബ്ദം കേൾപ്പൂ. വയലാറിന്നൊരു കൊച്ചു ഗ്രാമമിൽ ആർക്കുമേ വിലവേശാനാവാത്ത കാവ്യമത്രേ എന്നെഴുതിയ ഭാസ്കര മാഷെ അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിഞ്ഞു. അദ്ദേഹത്തിന് പത്മശ്രീക്ക് വേണ്ടി ശുപാർശ ചെയ്തില്ല. അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ KSRTC ചെയർമാൻ സ്ഥാനത്ത് മാറ്റി. പക്ഷെ അന്നും ഉസ്സത്ത് എന്ന കവിത, അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ രക്ഷിച്ചത് കെ കരുണാകരൻ. എന്തുകൊണ്ട്? ജയിലിൽ കിടന്ന ഓർമ്മ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുമിച്ച് ജയിലിൽ കിടന്ന ഓർമ്മ കൊണ്ട് കെ കരുണാകരനാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകിയത് ചലച്ചിത്ര അക്കാദമിയിൽ. ചലച്ചിത്ര അക്കാദമിയിൽ കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ആ ഒരു പത്മശ്രീ കിട്ടാതെ ഭാസ്കര ഭാഷ എഴുത്ത് പറയുക. ഇപ്പം എന്നോട് ചോദിക്കാൻ തമ്പി പത്മശ്രീ കിട്ടാതെ പി ഭാസ്കരന് കൊടുക്കാതെ പത്മശ്രീ എനിക്കെന്തിനാ എന്ന് ചോദിക്കും ഞാൻ. പി ഭാസ്കരന് കിട്ടാത്ത പത്മശ്രീ എനിക്കെന്തിനാ? എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ആളാണ്. മലയാള സിനിമ വഴിതിരിച്ചു വിട്ട ആളാണ്. ആസ് എ ഡയറക്ടർ, സോങ് റൈറ്ററായി മാത്രമല്ല, ഡയറക്ടറായിട്ട് ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ സംവിധായകനാണ്. ഇരുട്ടിൻ്റെ ആത്മാവ് സിനിമയുടെ സംവിധായകനാണ്. നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഗ്രാമോദ്ധാരണം വിഷയമാക്കിയ പഞ്ചായത്ത് രാജ്, നമ്മുടെ ഗാന്ധി സ്വപ്നം കണ്ട പഞ്ചായത്ത് രാജ് അദ്ദേഹം ആദ്യ ഖണ്ഡങ്ങൾ എന്ന സിനിമയിൽ കൊണ്ടുവന്നു. ആദ്യ ഖണ്ഡങ്ങൾ എന്ന സിനിമ അല്ല, കഥ ഏതാണ്. അപ്പം അങ്ങനെ ഏതെല്ലാം തരത്തിലാണ് അദ്ദേഹം നാടിന് വേണ്ടി ശ്രമിച്ചത്. ഇപ്പോൾ ഇത് ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി ജന്മഗൃഹമല്ലോ എന്ന് പറയുന്ന ഭാസ്കര ഭാഷയാണ്. ഭാരതമെന്നാൽ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഇങ്ങനെയുള്ള ദേശഭക്തി ഗാനം എഴുതിയ അദ്ദേഹത്തിന് ഭാരതത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ അവാർഡുകൾക്കൊന്നും യാതൊരു വിലയുമില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവ് പി ഭാസ്കര മാഷാണ്. പി ഭാസ്കര മാഷേക്കാൾ വലിയൊരു തെളിവ് ആവശ്യമില്ല. കാരണം അദ്ദേഹം ചെയ്യാത്തതൊന്നുമില്ല. ചെയ്തതെല്ലാം ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അദ്ദേഹം രണ്ടാമനും മൂന്നാമനായിട്ടില്ല ഒരിടത്തും. കാരണം അദ്ദേഹം ഒന്നാമനാണ്. കാരണം ONV കുറുപ്പും വയലാറും പറഞ്ഞിരുന്നത് ഞങ്ങളുടെ മുമ്പേ പറഞ്ഞ പക്ഷി എന്നാണ്. അവരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ തുറകളിൽ, വിവിധ മേഖലകളിൽ, അതുപോലെ ഈ ആദ്യമായിട്ട് ഒരു ജാഥ നയിക്കാൻ മലയാളത്തിൽ ഒരു പാട്ട് എഴുതുന്നത്, പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ. 18 വയസ്സ് എഴുതിയതാണ്, മറക്കരുത്. പി ഭാസ്കരൻ 18ാമത്തെ വയസ്സ് എഴുതിയ പാട്ടാണിത്. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ. അന്ന് കൊച്ചി വേറെ, മലബാർ വേറെ, കേരളം വേറെ. ഐക്യ കേരളം ഒരു സ്വപ്നം പോലുമല്ല. മലയാളികളുടെ മനസ്സിൽ ഐക്യ കേരളം എന്ന സ്വപ്നം പോലുമില്ല. അപ്പോഴാണ് പാരിൽ ഐക്യ കേരളത്തിന് കാഹളം മുഴക്കുവാൻ എന്ന് ഭാസ്കര ഭാഷ എഴുതി. അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടി. 1956 ഐക്യ കേരളം വന്നു. പക്ഷേ അദ്ദേഹം എത്രയോ തൻ്റെ 18ാമത്തെ വയസ്സിൽ എഴുതിയതാണ് ഈ പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക,
പാരിൽ ഐക്യ കേരളത്തിൻ കാഹളം മുഴക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വയലാർ ഗർജിക്കുന്ന എന്ന കാവ്യം പലരും ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ കറങ്ങുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പോലും വയലാർ ഗർജിക്കുന്നു വയലാർ എഴുതാന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരു പ്രഭാഷണം ചെയ്തപ്പോൾ എനിക്ക് സ്റ്റേജിൽ പോയി പറയേണ്ടി വന്നു, വയലാർ അല്ല വി ഭാസ്കര മാഷാണ് വയലാർ ഗർജിക്കുന്ന എഴുതിയത്, നിങ്ങൾ തെറ്റാ പറയുന്നത് പറയേണ്ടി വന്നു. അപ്പോൾ ഞാൻ സമ്മതിക്കും. ആര് പറഞ്ഞു വയലാർ ഗർജിക്കുന്ന എഴുതിയില്ലേ വയലാർ പ്രസിദ്ധരായത്? ഞാൻ പറഞ്ഞു അല്ല, വയലാർ ഗർജിക്കുന്നു വയലാർ എഴുതല്ല, നിങ്ങൾ ദയവ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു.